ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇന്ന് വെറൈറ്റി ആയിട്ടുള്ള ഒരു ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. രണ്ട് ജ്യൂസിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട്. പിന്നെ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കടലപ്പിടിയാണ് കേട്ടോ. കടലപ്പിടിയാണെന്ന് വിചാരിച്ചിട്ട് അയ്യേ എന്നൊന്നും പറയാൻ നിൽക്കണ്ട കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ കടല കറി റെഡിയാക്കി എടുക്കുന്നുണ്ട്. തേങ്ങ വറുത്തരച്ചിട്ടുള്ള കടലക്കറിയാണ് കേട്ടോ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളുടെ അരിപ്പൊടി വാട്ടി കുഴച്ച് ബോളാക്കി അതൊന്ന് സ്റ്റീം ചെയ്യാനായി വെച്ചിട്ടുണ്ട്. ഇനി ആദ്യത്തെ ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്, ജ്യൂസല്ല ഷേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കാഷ്യൂനട്ടും പിന്നെ അതുപോലെ തന്നെ ബദാമും ചെറുപഴവും കൂടെ മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഇതിൽ മധുരത്തിന് വേണ്ടിയിട്ട് ഹണിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ. ഇനി ഇതിലേക്ക് തണുത്ത പാലും കൂടെ ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നല്ലൊരു അടിപൊളി ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഷുഗർ ചേർക്കുന്നവർക്ക് ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ഷുഗർ വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഹണി ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഒരു അടിപൊളി നല്ല ഹെൽത്തി ആയിട്ടുള്ള മറ്റൊരു ജ്യൂസ് എന്താണെന്ന് വെച്ചിട്ടല്ലേ, ഇത് പറങ്കി മാങ്ങ വെച്ചിട്ട് തയ്യാറാക്കുന്നതാണ്. അതായത് കശുമാങ്ങ കഷ്ണങ്ങളാക്കിയിട്ട് അതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു 1-2 ഏലക്കായും കൂടെ ചേർത്ത് വെള്ളം കൂടെ ഒഴിച്ച് നല്ലതായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്ത് അരിച്ചെടുക്കണം. എന്നിട്ട് ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്കാണെങ്കിലും ഹണി ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസാണ്. കശുമാങ്ങയുടെ ഗുണങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ കശുമാങ്ങ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒഴിവാക്കില്ല കേട്ടോ. അതെങ്ങനെയെങ്കിലുമൊക്കെ വയറിനകത്തേക്ക് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കും. അപ്പോൾ അങ്ങനെ ഒരു ട്രിക്കാണ് ഇത്. അപ്പോൾ നമ്മളുടെ പിടി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കടലക്കറി ഇതാ തേങ്ങയൊക്കെ അരച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ പിടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ, ഇത് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം. എന്നിട്ട് ഇത് ചൂടോടുകൂടി സെർവ് ചെയ്യേണ്ട, ഒന്നങ്ങ് തണുക്കാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് കൂടെ മാറ്റി വെക്കുക. അപ്പോഴാണ് ആ ഒരു പിടിയിലേക്ക് നല്ലതായിട്ട് ആ ഒരു അതിൻ്റെ മസാലയൊക്കെ പിടിക്കുള്ളൂ കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കടലപ്പിടിയാണെങ്കിലും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. കടലക്കറിയൊക്കെ ബാക്കി വന്നാലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യാം കേട്ടോ. ബാക്കിയുള്ള കുറച്ച് കശുമാങ്ങയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു നൊസ്റ്റാൾജിക് ഐറ്റം ഉണ്ടാക്കാം. ഇതിങ്ങനെ ട്രൈ ചെയ്തിട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. 80s 90s ഇത് ഭയങ്കര ഒരു നൊസ്റ്റാൾജിയാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇത് അറിയുമോ എന്നുള്ളത് സംശയമാണ്. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്ത് അല്പം ഉപ്പും കൂടെ പുരട്ടി കുറച്ച് സമയം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിച്ചാൽ അടിപൊളിയാണ് കേട്ടോ.